ഈ ഒരു 5 പീസ് ബ്രെഡ് മതി വീട്ടുകാർക്കും വിരുന്നുകാർക്കും ഒക്കെ കഴിക്കാനുള്ളത് ഉണ്ടാക്കാൻ. അപ്പൊ ഈ ബ്രെഡ് പീസസ് ഒക്കെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ചെറു കഷ്ണങ്ങളാക്കി പിച്ചിപ്പറിച്ചിട്ട് കൊടുത്ത് ഒരു 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 3/4 ഗ്ലാസ് പാലും ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ നല്ലപോലെ നരച്ച് മാറ്റിവെക്കാം. ഇനി പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് മെൽറ്റായി വരുമ്പോൾ കുറച്ച് തേങ്ങ ചിരവിയതും ചെറുതായി അരിഞ്ഞൊരു നേന്ത്രപ്പഴവും കുറച്ച് കടലയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് നെയ്യിലിട്ട് നന്നായി ഇളക്കി വഴറ്റി ഈ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് വിളയിച്ച് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് പാനിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് അരച്ചു വെച്ച ബ്രെഡ് മിക്സിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മുകളിലായി നേന്ത്രപ്പഴത്തിന്റെ ഫില്ലിങ്സും ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള മാവും ഫില്ലിങ്സിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ചെറു തീയിൽ ഒരു 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതുപോലെ മറ്റൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് ഒരു 10 മിനിറ്റോടെ തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് ഇഷ്ടാനുസരണം മുറിച്ച് കഴിച്ചാൽ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇനി മുതൽ ബ്രെഡ് മേടിക്കും. അപ്പോൾ ഈ റമദാനിൽ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.